തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ചാലക്കുടി മണ്ഡലം ഇത്തവണ ആരെ തുണയ്ക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് മുന്നണികളും വോട്ടർമാരും. ഇടതു വലതു മുന്നണികളെ മാറി മാറി തുണച്ച ചരിത്രമുള്ളതാണ് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥികളിലും വോട്ടർമാരിലും ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത്. പോളിംഗ് ശതമാന കണക്കുമായി ജയാപജയങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. എന്നാൽ 2020യുടെ സാന്നിധ്യം സൃഷ്ടിച്ചേക്കാവുന്ന അടിയൊഴുക്കുകളിൽ UDFന് ആശങ്കയുണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി നൂൺ ഓർഡർ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകളിൽ ആര്യ. കടുത്ത മത്സരം നടന്ന ചാലക്കുടിയിൽ ഇത്തവണ 71.94% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. 2019 അപേക്ഷിച്ച് 8.5% കുറവ്. കയ്പമംഗലം, പെരുമ്പാവൂർ, കുന്നത്തുനാട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇക്കുറി താരതമ്യേന ഉയർന്ന പോളിംഗ് ഉണ്ടായത്. അതിൽ 79%-ഓടടുത്ത കുന്നത്തുനാട് സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്ന പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. അതായത് 2020യുടെ സാന്നിധ്യം മത്സര രംഗത്തുണ്ടാക്കിയ വാശി പോളിംഗിലും പ്രകടമായി എന്ന് വ്യക്തം. 2020 വഴി ചോർന്നത് ഏറെയും തങ്ങളുടെ പരമ്പരാഗത വോട്ടുകളാകുമോ എന്ന ആശങ്ക UDFനുണ്ട്. ആലുവ, അങ്കമാലി മണ്ഡലങ്ങളിലെ പോളിംഗ് കുറഞ്ഞതും UDFനെ ഭയപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ വോട്ടർമാരെ ബൂത്തിലെത്തിക്കുന്നതിൽ പ്രവർത്തകർ അലംഭാവം കാണിച്ചുവെന്ന ആക്ഷേപം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം സ്ഥാനാർത്ഥിയുടെ മികവ് പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം കടന്നു ചെല്ലാൻ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. 2014 ഇന്നസെന്റിന് ലഭിച്ചതുപോലുള്ള പൊതു സ്വീകാര്യത നേടാൻ പ്രൊഫസർ C രവീന്ദ്രനാഥിനായി എന്നാണ് കണക്കുകൂട്ടൽ. ഒപ്പം ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ മെച്ചപ്പെട്ട പോളിംഗ് ഉണ്ടായി എന്നും LDF വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ മണ്ഡലം കൈവിട്ടു പോകുമെന്ന ആശങ്ക UDF ക്യാമ്പിനില്ല. കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും മണ്ഡലം നിലനിർത്താനാവുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ ബെന്നി ബെഹനാൻ നേടിയ 1,30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടക്കാൻ ഇടത് സ്ഥാനാർത്ഥിക്ക് ആവില്ല എന്നാണ് UDFന്റെ ആത്മവിശ്വാസം. എന്നാൽ രേഖപ്പെടുത്താതെ പോയ വോട്ടുകൾ ആരുടേതെന്ന് വ്യക്തമായാൽ മാത്രമേ അവകാശവാദങ്ങൾ വസ്തുതാപരമാണോ എന്ന് തിരിച്ചറിയാനാകൂ. ചാലക്കുടിയിൽ നിന്നും KM ഉമേഷ്, കൈരളി ന്യൂസ്.